അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ഫാത്തിമ വർദ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, ആസ്റ്റർ മിംസ് കാലിക്കറ്റ്. അപ്പോൾ നോമ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത്താഴം ആരും മിസ്സാക്കരുത്. എല്ലാവരും തീർച്ചയായിട്ടും അത്താഴം കഴിക്കണം. അത്താഴത്തിൻ്റെ സമയത്ത് ചോറ് കഴിക്കുന്നവരുണ്ടാവും, പലവിധ ഫുഡ് കഴിക്കുന്നവരുണ്ടാവും. ചോറ് കഴിക്കുന്നവർ ചോറ് ഒരു പോർഷൻ മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരു പോർഷൻ ഇലക്കറികളായിരിക്കണം, ഒരു പോർഷൻ ധാന്യങ്ങളായിരിക്കണം, ഒരു പോർഷൻ പ്രോട്ടീൻ, അതായത് ഫിഷോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ എഗ്ഗോ അങ്ങനെ ഉൾപ്പെടുത്തുക. അല്ലാതെ ചോറ് ഒരുപാട് കഴിച്ചിട്ട് നമുക്ക് നോമ്പിന് പിന്നെ ബാക്കിയുള്ള നേരം നമ്മളൊന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ചോറ് അങ്ങനെ കഴിക്കാൻ പാടില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുക. ദിവസേന ഒരു 8-10 ഗ്ലാസ്സെങ്കിലും കുടിക്കുക എന്നുള്ള രീതിയിലെങ്കിലും കുടിക്കണം. നന്നായിട്ട് 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ലഘുവായ രീതിയിൽ നോമ്പ് തുറക്കുമ്പോൾ ഫ്രൂട്ട്സും ജ്യൂസോ വെള്ളമൊക്കെ കൊണ്ട് നോമ്പ് തുറക്കാം. നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ കുലുക്ക് സർബത്തുകളിൽ ഒരുപാട് പിന്നെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ എടുക്കരുത്. പിന്നെ കുറേ കരിച്ചത്, പൊരിച്ചത്, വറുത്തത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാൻ നോക്കാം. പിന്നെ രാത്രിയാണെങ്കിലും ജങ്ക് ഫുഡുകൾ, ഭയങ്കര ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഹോംലി ഫുഡ് തന്നെ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ശരീരം, നമ്മൾ ആത്മാവും നമ്മുടെ ശരീരവും എല്ലാം കൊണ്ടും തന്നെ ഒരു ശുദ്ധി പ്രാപിക്കുന്ന സമയമാണ്. ആത്മീയമായും മാനസികമായും ഒക്കെ നമ്മൾ ശുദ്ധി പ്രാപിക്കുന്നു. ശാരീരികമായും കൂടി നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ ഡോക്ടറെ കാണുക. അതിൻ്റെ കൃത്യമായ എന്താണോ നമ്മളെടുക്കേണ്ട അനുപാതത്തിലുള്ള മരുന്ന് ചിലപ്പോൾ ഡോസ് കുറയ്ക്കേണ്ടി വരും. തൈറോയ്ഡ് ഹോർമോണൊക്കെ കഴിക്കുന്നവർ രാവിലെ വെറും വയറ്റിൽ അത്താഴത്തിൻ്റെ സമയത്ത് കഴിക്കുക. മറ്റ് ഷുഗർ ഉണ്ട്, അതിന് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒക്കെ നമുക്ക് ഇൻസുലിൻ്റെ അളവോ ഡോസൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ കാര്യമാണ് ഈ പറഞ്ഞ വെള്ളം നന്നായി കുടിക്കുക. കാരണം പൊതുവേ മൂത്രത്തിൽ പഴുപ്പ്, ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹൈജീനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയിലാണെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുന്ന സിറ്റുവേഷൻ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളെ മാത്രം ഹെൽത്ത് അല്ല, ബേബിൻ്റെയും കൂടി ഹെൽത്ത് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഫാസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബേബിക്ക് അതിന് ശരിയായ രീതിയിൽ ഷുഗർ കിട്ടില്ല. പിന്നെ പ്രഗ്നൻസി തന്നെ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ അപ്പോൾ ആ സമയത്ത് വോമിറ്റിംഗ് ആയി ഡീഹൈഡ്രേഷനായി സ്റ്റാർവേഷൻ, കീറ്റോസിസിലൊക്കെ പോയി കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ ആ സമയത്ത് നോമ്പെടുക്കാത്തതാണ് നല്ലത്. ഇനി ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും നോമ്പെടുക്കുക. ഇനി ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയമാണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകാനും നമ്മൾ ഫുഡ് കഴിക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ബേബിക്കും പാല് കൊടുക്കുകയാണല്ലോ, ആ സമയത്തും നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ് സമയത്തൊക്കെ നമ്മൾ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇളവുണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും എടുത്തു വീട്ടിയാൽ മതി. പിന്നെ മാരമായ രോഗങ്ങളുള്ളവർ, ഒരുപാട് ഇൻസുലിൻ 3 നേരമൊക്കെ അടിക്കുന്നവർ, പിന്നെ മറ്റെന്തെങ്കിലും ഗുളികയൊക്കെ കഴിക്കുന്നവർക്കൊക്കെ ഇളവുണ്ടല്ലോ. നമുക്ക് എടുത്തു വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക എന്നുള്ള ഒരു ഇളവും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നോമ്പ് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കൂടി നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. മാനസികമായും ആത്മീയമായും ശുദ്ധി വരുത്തി അത് നിലനിർത്തുന്നതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടും അതേ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ മുന്നോട്ടേക്ക് തുടർന്നും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. നമസ്കാരം.